അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ കൈകൂട്ടുകാരനാണ്. അദ്ദേഹം പറയുന്നത് പോലെ നരേന്ദ്രമോദി ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നിടത്തുനിന്ന് മാറി അദ്ദേഹത്തിനെ പോടെ താങ്കളുടെ പണി നോക്കുമെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ ശക്തി കരുത്തുണ്ടെങ്കിലാണ് ഇന്ത്യക്ക് അത് പറയാൻ കഴിയുന്നത്. ഇതേ ട്രംപ് തന്നെയാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത്. നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് റഷ്യയുമായി കരാറുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറക്കുമതി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കാര്യം അവരും റഷ്യയും തമ്മിൽ അടിയാണ്. ട്രംപും റഷ്യയും തമ്മിൽ അടിയുള്ളതുകൊണ്ട് ഇന്ത്യ എന്ത് പേടിച്ചെന്നേ? ഇന്ത്യക്ക് F-35 വിമാനം യുദ്ധോപകരണം വാങ്ങിച്ചോണമെന്ന് പറഞ്ഞ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ബഹളം. അമേരിക്ക തീരുമാനിക്കുമോ കാര്യങ്ങൾ? അമേരിക്ക പേടിച്ചിരിക്കുകയാണെന്നേ, ഭയത്തിലാണെന്നേ. കാര്യം എന്താ ഭയം എന്നറിയാവോ? സോവിയറ്റ് റഷ്യൻ്റെ ഒരു വളർച്ചയും ശക്തിയുമുണ്ട്, ചൈനയുടെ ഒരു വളർച്ചയുണ്ട്. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ ഗ്ലോബൽ ശക്തിയായി മാറാൻ GDP-യിലും മറ്റു കാര്യത്തിലും ഗ്ലോബൽ ശക്തിയാവുകയാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഇന്ത്യ ഗ്ലോബൽ ശക്തിയോടെ ആയിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഭയം വരും. കാരണം ഈ മറുവശത്ത് ഇന്ത്യ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ പ്രാദേശിക രംഗത്ത് വളർന്നു വരുന്നത്. യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു തുടങ്ങിയ ആളുകൾ, ലോകരാജ്യങ്ങൾ, അമേരിക്കയിൽ നിന്ന് മാത്രമാണ് ലോകരാജ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയിൽ നിന്നാണ്, ജർമ്മനിയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും തുർക്കിയിൽ നിന്നൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു തുടങ്ങി. സഹിക്കുമോ? അപ്പോൾ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ഇരട്ടത്താപ്പ് പരിപാടി വേണ്ട. നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളോട് റഷ്യയുമായിട്ട് എണ്ണ വാങ്ങാൻ പറയുന്നു, ഇപ്പം നിങ്ങൾ വാങ്ങരുതെന്ന് പറയുന്ന ഇരട്ടത്താപ്പ് പരിപാടി നമുക്ക് വേണ്ട. നമ്മളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് ഊർജ്ജ രംഗത്തെക്കുറിച്ച് നമ്മൾ ട്രംപിനോട് പറയുന്നത്. അതുപോലെ തന്നെ 2024 യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി 67.5 ബില്യൺ യൂറോയുടെ ഉഭയകക്ഷി വ്യാപാരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ കോടിക്കണക്കിന് യൂറോയുടെയും ഡോളറിൻ്റെയും വ്യാപാരമാണ് ലോകത്ത് നടക്കുന്നത്. ഈ ഇരട്ടത്താപ്പൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പ് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. രാജ്യ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ഇന്ത്യക്കറിയാം. ഒരു കാരണവശാലും ഇന്ത്യയുടെ പുറത്ത് കുതിര കയറേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്നും വളരെ കൃത്യമായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ലക്ഷ്യമിട്ടിരുന്നെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും, നിങ്ങൾ ഞങ്ങളുടെ പുറകെ വരണ്ട, ഞങ്ങളെ കാര്യം നോക്കിക്കോളാം, ഞങ്ങൾക്കതിനുള്ള കരുത്തുണ്ട്. അത് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള തർക്കമായിരുന്നാലും, ഭീകരവാദ പ്രവർത്തനമായിരുന്നാലും, തീവ്രവാദ പ്രവർത്തനമായിരുന്നാലും, കാശ്മീരിലെ വിഷയമായിരുന്നാലും എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടെന്ന് പറയുന്നുണ്ട് രാജ്യം. അതുകൊണ്ട് ആ കരുത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നടക്കുന്നുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിൻ്റെ കാര്യം, ഇന്ത്യയുടെ കാര്യം എന്തായാലും ട്രംപ് ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ താഴേക്ക് പോയിട്ടുണ്ട്. GDP-യുടെ കാര്യത്തിലും വളർച്ചയുടെ കാര്യത്തിലും ആളോഹരി വരുമാനവും അത് പെർ ക്യാപിറ്റ ഇൻകം എല്ലാം അവരൊരു കൺഫ്യൂഷനിലാണ്, മാന്ദ്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യ ആണെങ്കിൽ വളർച്ചയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഭയം ഉണ്ട്. തീർച്ചയായിട്ടും ആ ഭയം ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യ നല്ല മറുപടി കൊടുത്തു തന്നെയാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹാക്കളായാലും ഇന്ത്യയിൽ ട്രംപിനെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ട്രംപിന് കീഴ്പ്പെട്ടാണ് ഇന്ത്യ പോകുന്നു എന്ന് പറയുന്ന വാദം അങ്ങ് വെള്ളം വാങ്ങി വെച്ചേക്കുക. ഈ അടുപ്പിൽ അരി വേവുകയില്ല. ഇന്ത്യ കൃത്യമായ മറുപടി പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടിടത്ത് പറയാനുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു.